നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണം അങ്ങേയറ്റം വേദനാജനകമാണ്. ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സിദ്ധാർത്ഥ് കടന്നുപോയ കൊടും പീഡനങ്ങൾ ആരെയും അസ്വസ്ഥതപ്പെടുത്തുന്നതുമാണ്. ഒരാൾക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകാനും പാടില്ല. ഇത് അവസാനത്തേതുമാകണം. പക്ഷേ ഒരു ക്യാമ്പസിൽ നടന്ന ദാരുണ സംഭവം അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിക്കുകയും SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഭീകര സംഘടനകളോട് വരെ ഉപമിക്കപ്പെടുകയും ചെയ്യുന്ന അജണ്ട തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. മാധ്യമ അജണ്ടയ്ക്കെതിരെ വിദ്യാർത്ഥികൾ ഒന്നാകെ രംഗത്തിറങ്ങിയിട്ടും അത് കാണാൻ കൂട്ടാക്കാത്ത ക്യാമറ കണ്ണുകളുടെ സ്ഥാപിത താൽപ്പര്യം എന്തെന്ന് വായിക്കപ്പെടുകയും വേണം. പൂക്കോട്ടെ യാഥാർത്ഥ്യമറിയാൻ ശ്രമിക്കുകയും അതിനു പിന്നിലെ രാഷ്ട്രീയം തുറന്നു കാട്ടാനുമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ശ്രമിക്കുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് തെങ്കുംപള്ളി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ, ആ കോളേജിലെ PTA പ്രസിഡന്റ് പ്രേമൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം PTA പ്രസിഡന്റ് ശ്രീ പ്രേമനിലേക്കാണ്. ശ്രീ പ്രേമൻ, ഈ പൂക്കോട്ടെ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് പരിശോധിക്കുക കൂടി ചെയ്യുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. കേരളത്തിലെ ഒരുപക്ഷെ വലിയ തലയെടുപ്പുള്ള വലിയൊരു കോളേജ്, ഒരു യൂണിവേഴ്സിറ്റി, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് അവിടെ നടന്നത്. എന്താണ് ഒരു PTA പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങേക്ക് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ധാരണ എന്താണ്? ഈ സംഭവം നടന്ന 18-ാം തീയതി വൈകുന്നേരമാണ് ഞാൻ വിവരം അറിയുന്നത്. പിറ്റേന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ഞാൻ പോയി. അവിടെ എത്തിയപ്പം അവിടെ കോളേജിലെ ഡീൻ ഉണ്ടായിരുന്നു. ഡീൻ എന്നോട് കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് അദ്ദേഹത്തിൻ്റേതായ ഒരഭിപ്രായം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം അവിടെ ബന്ധുവായിട്ട് ഈ സിദ്ധാർത്ഥൻ്റെ അമ്മാവനുണ്ടായിരുന്നു. അമ്മാവനെ എനിക്ക് പരിചയപ്പെടുത്തി. അമ്മാവനുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം അമ്മാവനോട് ഞാൻ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. വിശദമായ വിവരങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു ആൾക്കൂട്ട വിചാരണയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഈ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് ഏകദേശം 10-20 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ലോക്കൽ പോലീസിൻ്റെ അപ്പോഴുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞാൽ, ഇത് പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് വീട്ടിൽ അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പണി തീർന്നു, ഒരു ലാഘവബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതിൽ ഒരു സമഗ്രമായ അന്വേഷണം നടത്തണം. അതിനുവേണ്ടി ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണത്തിന് വേണ്ടി നിങ്ങൾ ഈ ബോഡി വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ അതിനുള്ള ഈ കേസ് തേച്ചു മായ്ച്ച് കളയുന്നതിന് മുമ്പായി തന്നെ കർശനമായ ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം. അപ്പോൾ അതിനുകൊണ്ട് നിങ്ങൾ ഇത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടി നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ബോഡിയുടെ കൂടെ ഞാൻ കോളേജ് വരെ വന്നു. അതേപോലെ ഞാൻ കോഴിക്കോട് മുക്കം വരെയും ഈ ബോഡിയോട് കൂടി അനുഗമിച്ചു. അതേപോലെ PTA-യുടെ 2 പ്രതിനിധികളെ, പിന്നെ ആശയും അതേപോലെ തന്നെ മൂസക്കുട്ടി എന്ന് പറഞ്ഞ 2 പേരെയും ഈ സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെയാണ് പ്രാഥമികമായിട്ട് PTA ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ സിദ്ധാർത്ഥനെ സംബന്ധിച്ചിടത്തോളം സിദ്ധാർത്ഥൻ വളരെ ആക്റ്റീവായിരുന്നു. നമ്മൾ പ്രധാനമായിട്ട് പരിഗണിക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺവിഷയമുണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഈ പെൺകുട്ടി ഇവനെ ഈ പെൺകുട്ടിയോ അതേ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളോ ഇവനെ
ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇവൻ ഈ ആൾക്കൂട്ട മർദ്ദനത്തിന് വിധേയമാകുന്നതിൻ്റെ മുമ്പ് തന്നെ മാനസികമായിട്ട് തകർന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് വിളിക്കാതിരിക്കുകയും, അപ്പോൾ അങ്ങനെ മാനസികമായി വനിതാ കമ്മീഷനും മറ്റുമൊക്കെ പരാതി കൊടുക്കും എന്നുള്ള ഭീഷണി, അതേപോലെ തന്നെ സീനിയേഴ്സിനോട് പരാതി പറയുകയും, അതിൻ്റെ ഫലമായിട്ട് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരവസരത്തിലാണ് ഈ ആൾക്കൂട്ട വിചാരണ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതോടുകൂടി തന്നെ അദ്ദേഹം കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാകുകയും മരണമോ അല്ലെങ്കിൽ കൊലപാതകമോ നടക്കുകയാണ് ചെയ്തത്. അത് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്കത് മരണമാണോ കൊലപാതകമാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് അവിടെ PTA ആശങ്ക എന്ന് പറയുന്നത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, അവിടെ നടന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല. എല്ലാവർക്കും അറിയാം, വളരെ കൃത്യമായി അറിയാം. അവിടെ ഒരു തരത്തിൽ ഇപ്പോൾ ഈ PTA പ്രസിഡന്റ് സംസാരിച്ചതുപോലെ, അദ്ദേഹം പറയുന്നത് പോലെ ഒരു ആൾക്കൂട്ട വിചാരണ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആൾക്കൂട്ട വിചാരണയിലേക്കൊക്കെ ആ ക്യാമ്പസിൽ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായോ എന്ന് ഇനിയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അവിടെ റാഗിംഗ് നടന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ പക്ഷേ വളരെ വിശദമായ അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ അവിടെ കാണുന്നത്? കാരണം മെച്ചപ്പെട്ടൊരു സർവകലാശാലയാണ്, ഒട്ടേറെ പ്രതിഭാധനർ ഇറങ്ങേണ്ട ഒരു ക്യാമ്പസാണ്. ഇവിടെ എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ കാണുന്നത്? അല്ല നീലിമ, കേരളത്തിൽ അങ്ങനെ മെച്ചപ്പെട്ട ഒരുപാട് ക്യാമ്പസുകളുണ്ട്, ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അത്തരം യൂണിവേഴ്സിറ്റികളിൽ ഒരു ഹാപ്പ് പഞ്ചായത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെ നടപ്പിലാക്കപ്പെടുകയും അതിന്റെ ഭാഗമായി പ്രതിഭാധനനായ, വരും കാലങ്ങളിൽ ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫറോ ഏറ്റവും മികച്ച വെറ്റിനറി മേഖലയിലെ ഉദ്യോഗസ്ഥനോ ഒക്കെ ആകേണ്ടിയിരുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടാൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഭാവിയെ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്ക് ഇത് വാർത്തയാക്കിയാൽ അതിന്റെ ഇമേജിന് കോട്ടം തട്ടുമല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇതാ ചുപ്പ് രഹോ എന്ന് പറഞ്ഞ് മൂക്കിന് താഴെ ചുണ്ടിന്റെ മേലെ ഇങ്ങനെ കൈവച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അത് അടിമത്തത്തിന്റെ ലക്ഷണമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സംസാരിക്കുക തന്നെ ചെയ്തേ മതിയാകും. നോക്കൂ, റിമാൻഡ് റിപ്പോർട്ട് പറയുന്നുണ്ട് ഇത് വളരെ കൃത്യമായ വിചാരണ നടത്തി തന്നെയാണ് കൊലയിലേക്ക്, നമ്മൾ കൊലയെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യത്തിലേക്ക് എത്തപ്പെട്ടത്. ആ വിദ്യാർത്ഥിയുടെ വയറ്റിൽ 3 ദിവസമായി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. ശരീരമാസകലം വിവിധ രീതിയിലുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ചങ്കിന് കുറുകെ 3 ഗുരുതരമായ മുറിവുകൾ. ആ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിരിക്കുന്നത് ബെൽറ്റിനാൽ അടിക്കപ്പെട്ടിട്ട് തന്നെയാണ് എന്നതിൽ സംശയമില്ല. ഇപ്പൊ PTA പ്രസിഡന്റ് അദ്ദേഹം അവിടെയും ഇവിടെയും കൊള്ളാതെ ഒരു കാര്യം പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ആ വിഷയത്തിൽ ഒരുപക്ഷെ അവന് മാനസികമായ മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷൻ അടക്കം പരാതി പോയിട്ടുണ്ടാവാം. നോക്കൂ, SFIയിലെ കേരളത്തിൽ മുഴുവൻ പാടി, കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ പാടി നടക്കുന്നത് പ്രേമമായിരുന്നെന്നിൽ സഹാബേ പേടിയായിരുന്നെന്നും പറഞ്ഞിടാൻ. പ്രേമമുള്ള ഒരാൾക്കത് പറയാൻ പേടി ഉണ്ടാക്കുന്നത് SFI ആണോ എന്നുള്ളതല്ലേ ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത്, എന്നുള്ളതല്ലേ ചിന്തിക്കേണ്ടത്. ഒരാൾ ഒരു പ്രേമം തുറന്നു പറഞ്ഞാൽ, അയാൾക്കുണ്ടാവുന്ന പ്രണയം തന്റെ പ്രണയിനിയാവാൻ സാധ്യതയുള്ള ഒരു കുട്ടിയോട് തുറന്നു പറഞ്ഞാൽ അതെങ്ങനെയാണ് വനിതാ കമ്മീഷന്റെ പരാതിയിലേക്ക് നീളുക? അതിനെങ്ങനെയാണ് മാനസികമായി ഇടിവുണ്ടായി അയാളുടെ ആത്മഹത്യയിലേക്ക് വരെ ചെന്നെത്തപ്പെടുന്ന രീതിയിലേക്ക് കൈമാറപ്പെടുക? ഇനി അങ്ങനെ പ്രണയം തുറന്നു പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇനി അതിൽ വനിതാ കമ്മീഷൻ ഇടപെടേണ്ടതാവുന്ന വസ്തുത ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ആൾക്കൂട്ട വിചാരണ നടത്തി കോടതി വിധി പ്രഖ്യാപിക്കാൻ ഇവന്മാരാരാണ് ഹേ? കേരളത്തിലെ ക്യാമ്പസുകളിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ ഇവിടെ നിലവിൽ നിലനിൽക്കുന്ന IPC അടക്കമുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് ബാധകമായിരിക്കുമ്പോൾ അതിന് കുറുകെ ഒരു പാരലൽ കോടതി ഉണ്ടാക്കി കളയാൻ, അതിന് കുറുകെ ഒരു പാരലൽ പോലീസിംഗ് നടത്താൻ, അതിന് കുറുകെ ഒരു പാരലൽ വിധി നടപ്പിലാക്കാൻ ഇവന്മാരാരാണ് എന്നുള്ളൊരു ചോദ്യമല്ലേ? അതെ, വസന്ത് ഉദ്ദേശിക്കുന്നത് SFI ആണ്. SFIക്ക് ഇങ്ങനെ അലിഖിത നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു ക്യാമ്പസിൽ ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ പൊതുവെ മാധ്യമങ്ങളും അതുപോലെ കോൺഗ്രസ് പ്രത്യേകിച്ചും ഉയർത്തിവിടുന്നത്. PM ആർഷോയിലേക്ക് പോവുകയാണ്. PM ആർഷോ, ഇതിൽ
അവിടെ നടന്ന സംഭവം അങ്ങേയറ്റം ദാരുണമാണ്. സിദ്ധാർത്ഥ് എന്ന മിടുക്കനായ വിദ്യാർത്ഥി ഒരു തരത്തിലും അത്തരത്തിലുള്ളൊരു സംഭവം ന്യായീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ മുന്നിൽ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആലങ്കാരികമായ ആൾക്കൂട്ട വിചാരണ എന്നൊക്കെ പറയാമെങ്കിലും പക്ഷേ ആർക്കും ആരുടെ മേലും കൈവയ്ക്കാനെന്നുള്ള അധികാരം ആർക്കും നൽകുന്നില്ല. അതൊന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. അത് SFI എന്നല്ല, ഒരാൾ പോലും LDFുമായി ബന്ധപ്പെട്ടോ സർക്കാരുമായി ബന്ധപ്പെട്ടോ ആരും തന്നെ ഈ പ്രശ്നത്തെ ന്യായീകരിച്ചിട്ടുമില്ല. അങ്ങേയറ്റം കാടത്തമാണ് അവിടെ നടന്നത്. പക്ഷേ ഒരു ചാപ്പകുത്തൽ ഇവിടെ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ വസന്ത തെങ്ങുംപള്ളി സംസാരിക്കുന്നു. നിങ്ങൾ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുന്നു. ആ ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അവിടെ SFI മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് അനുഭാവം പുലർത്തുന്ന ഒട്ടേറെ പേരുണ്ട്. ഈ 18 പ്രതികളുടെ കാര്യമെടുത്താൽ ഇതിൽ 4 പേർ മാത്രമാണ് SFIയുടെ ഭാരവാഹി പട്ടികയിൽപ്പെടുന്നവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വളരെ കൃത്യമായ നടപടി എടുത്തുപോയി എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ SFIയുടെ മേൽ ഈ ഒരു പ്രശ്നത്തിൽ കുതിര കയറേണ്ട സാഹചര്യം എന്താണ്? ഏറ്റവും ദൗർഭാഗ്യകരമായ, ഒരിക്കലും ഒരു ക്യാമ്പസിനകത്തും ഒരിടത്തും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത ഒന്നാണ് പൂക്കോട് വെറ്റിനറി കോളേജിനകത്ത് സംഭവിച്ച സിദ്ധാർത്ഥിൻ്റെ മരണം, സിദ്ധാർത്ഥിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കർശനമായ നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതിനകത്തും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ആ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ അവർക്കെതിരെയുള്ള നിയമ നടപടി, അവർക്ക് ലഭിക്കേണ്ടുന്ന ശിക്ഷ, ഇതിനകത്തൊന്നും തന്നെ ഒരു ഇളവും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. മാതൃകാപരമായി ഏറ്റവും ഗൗരവ സ്വഭാവത്തോടു കൂടെ തന്നെ ആ ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് SFIയുടെ അഭിപ്രായം. ആ ക്യാമ്പസിനകത്ത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം നമ്മുടെ മുൻപിലുള്ള വിവിധങ്ങളായ ഡോക്യുമെൻറ്റുകളുണ്ട്. അതിനകത്ത് ആദ്യത്തെ FIR ഉണ്ട്, ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടുണ്ട്, ഇതേപോലെ തന്നെ കോളേജിലെ ആൻറ്റി റാങ്കിങ് സെല്ലിൻ്റെ റിപ്പോർട്ടുണ്ട്, തുടങ്ങിയിട്ടുള്ള ഈ സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. ഇതിനകത്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഇതിനകത്ത് നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിക്രൂരമായിട്ടുള്ള ബെൽറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിവിധ നിരക്കുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വിവസ്ത്രനാക്കപ്പെട്ട വിദ്യാർത്ഥിയെ അതിക്രൂരമായി ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. ആ ആക്രമിച്ച ആളുകൾ എന്തു കാരണത്തിൻ്റെ പുറത്താണെങ്കിലും ഇപ്പോൾ നേരത്തെ PTAയുടെ പ്രതിനിധി കാരണം പറഞ്ഞു, ഞങ്ങൾക്ക് അതിനകത്ത് വേറെ അർത്ഥശങ്കയില്ല. എന്തു കാരണത്തിൻ്റെ പുറത്താണെങ്കിലും നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം കയ്യിലെടുക്കുന്നതിന് വേണ്ടി ഒരാൾക്കും അർഹതയില്ല. നിയമം കയ്യിലെടുക്കാൻ ഇവർ ആരാണ് എന്ന ചോദ്യം ആവർത്തിക്കുക തന്നെയാണ് ഈ ദിവസങ്ങളിൽ SFIയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഒരു വിദ്യാർത്ഥിക്കുമേലും ഒരാൾക്കുമേലും പോലീസിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം ഈ രാജ്യത്തില്ല എന്നുള്ളതാണ്. എന്നാൽ ആ അധികാരം കയ്യിലെടുത്തുകൊണ്ടാണ് നിലവിൽ 18ഓളം, ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് 18ഓളം വരുന്ന ആളുകളാണ്, 18ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് സിദ്ധാർത്ഥിനെ ആക്രമിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ ആളുകൾ മുഴുവൻ ഇതിനോടകം തന്നെ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ദൗർഭാഗ്യകരമായ സംഭവത്തെ ഈ ദിവസങ്ങളിൽ എങ്ങനെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള പരിശോധനകളും അതിനനുസരിച്ചുള്ള ഇടപെടലുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് അതിനകത്ത് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയുണ്ട്. എന്നാൽ കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇത് SFIക്കു നേരെ തിരിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ വിഷയത്തിന് പുറത്തുണ്ടായിട്ടുള്ള കാര്യമല്ല. ഇത് വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒന്നല്ല. ആ ക്യാമ്പസിനകത്ത് ഈ ഉണ്ടായ അതിദാരുണമായ സംഭവത്തിൽ 4 SFI പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ എവിടെയും നിഷേധിച്ചിട്ടില്ല. ആ വിവരം ഞങ്ങളുടെ മുൻപിലേക്ക് വന്ന ഘട്ടത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ SFI ആഗ്രഹിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത നിലയിൽ ഏറ്റവും ക്രൂരമായ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമായ SFI പ്രവർത്തകരെ അവർ ഒരു കാരണവശാലും തുടർന്ന് ഈ സംഘടനയുടെ ഭാഗമായി ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന തീരുമാനമെടുത്ത് ഞങ്ങളവരെ പുറത്താക്കുന്ന നടപടിയാണ് പുറത്താക്കി. അവർക്ക് കർശനമായിട്ടുള്ള ശിക്ഷ ലഭിക്കണം എന്നുള്ള പരസ്യ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ ആ ക്യാമ്പസിനകത്ത് ഈ പറഞ്ഞ ആളുകളെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഘടനാപരമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചു. എന്നാൽ ഈ 4 പേർക്കപ്പുറത്തുള്ള 14 വിദ്യാർത്ഥികൾ,
ആ 4 പേർക്ക് അപ്പുറത്തുള്ള 14 വിദ്യാർത്ഥികൾ അവരുടെ രാഷ്ട്രീയം ചികയുന്നതിന് വേണ്ടി അവരുടെ രാഷ്ട്രീയം ചികയണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മോട്ടീവിന്റെ പുറത്തോ ഉണ്ടായിട്ടുള്ള സംഭവമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയം ചെയ്യണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാൽ അവരുടെ രാഷ്ട്രീയം ബോധപൂർവം മറച്ചു വെച്ച് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള 4 SFI പ്രവർത്തകരായിരുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് SFI ആസൂത്രണം ചെയ്ത് SFI ഗൂഢാലോചന നടത്തി SFI നടത്തിയ ഒരാക്രമണമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നിഷ്കളങ്കമായ ഒന്നല്ല എന്നുള്ളത് ഒന്ന്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആവർത്തിച്ച് പറയാം, അവരെ സംബന്ധിച്ച് അത് അവരുടെ പണിയാണ്, അവരുടെ നാവ് അവരങ്ങനെ ഉപയോഗിക്കും, അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ല. എന്നാൽ ഇന്ത്യയിൽ ലോകത്തെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണെന്ന് അവകാശപ്പെടുന്ന ചില മാധ്യമങ്ങൾ അവർ നിഷ്പക്ഷ സ്വഭാവത്തോടുകൂടെ വസ്തുത ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വമുള്ള ആളുകൾ അവർ ആ കടമ നിർവഹിക്കാതെ ഇതിലൂടെ എങ്ങനെ SFIയെ ഉന്മൂലനം ചെയ്തു കളയാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാൻ വേണ്ടി പാടില്ല, അത് ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ നിലയ്ക്കുള്ള ഒരു സംഭവം ഇന്നലെ നടന്ന വിദ്യാർത്ഥി പ്രതിരോധം ഒരു സെക്കൻഡ് അങ്ങ് പറയുന്നതിന്റെ ബാക്കിയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കോളേജിനെ അങ്ങേയറ്റം അപഹാസ്യമാക്കുന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ ലഹരി മരുന്നിന്റെ കേന്ദ്രമാണ്, അത്തരത്തിലുള്ള എല്ലാ അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്ന കേന്ദ്രം എന്നൊക്കെ രീതിയിൽ ഈ കോളേജിനെ വിശേഷിപ്പിക്കുന്ന ഒരു പ്രവണത കുറച്ച് ദിവസമായി നടന്നു വരികയാണ്. ഇതിനെതിരെ കടുത്ത വിദ്യാർത്ഥി പ്രതിഷേധം ഇന്നലെ അവിടെ അലയടിക്കുകയുണ്ടായി. വിദ്യാർത്ഥി പ്രതിരോധം തീർത്തു. ക്യാമ്പസിനകത്തെ എത്രയോ വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ മാധ്യമ വേട്ടയ്ക്ക്, ആ കോളേജിനെതിരായ അവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരായ മാധ്യമ വേട്ടയ്ക്കെതിരെ രംഗത്ത് വന്നത്. പക്ഷേ അവിടെ വന്ന ഒരു ക്യാമറ പോലും ആ ക്യാമറയുടെ കണ്ണുകൾ ഈ വിദ്യാർത്ഥികളുടെ പ്രതിരോധത്തിലേക്ക് നീണ്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ അവരുടെ ഉദ്ദേശം വളരെ കൃത്യമല്ലേ? അത് ഇതിനകത്ത് ദാരുണമായ ഒരു സംഭവത്തെ, ദാരുണമായ ഒരു മരണത്തെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുൻപിലിട്ട് ആ മരണപ്പെട്ട വിദ്യാർത്ഥിയോടുള്ള എല്ലാ നീതി നിഷേധവും നടത്തിക്കൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഈ നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലും മാധ്യമങ്ങളും ചേർന്നുകൊണ്ട്. ഇപ്പോൾ ഇന്നലെ വിദ്യാർത്ഥികളുടെ ക്യാമ്പസിനകത്തെ മുഴുവൻ വിദ്യാർത്ഥികളും ഇറങ്ങി നിന്നുകൊണ്ട് അവരൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ഈ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അവരോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചു, എന്നാൽ അവർ ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ്, അവർ അഭിപ്രായം പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ഭാഷ്യം ചമയ്ക്കുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടാകുക. ഇന്നലെ ആ കുട്ടികളെ ക്യാമ്പസിനകത്തുള്ള പൊതുവിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്തൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ദൃശ്യങ്ങൾ നിൽക്കുകയല്ലേ. ആ ക്യാമ്പസിനകത്തുണ്ടായിരുന്ന മാധ്യമങ്ങൾ മുഴുവൻ ഒരൊറ്റ മാധ്യമ സ്ഥാപനം ആ വിഷ്വൽ കവർ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഒന്ന്, അവിടെ കൂടിയിട്ടുള്ള വിദ്യാർത്ഥികളോട് എന്താണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. അവർക്കത് കേൾക്കണ്ട. അവർക്ക് ആ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് എന്ത്, ആ ക്യാമ്പസിനകത്ത് SFIയെ സംബന്ധിച്ച് പറയാൻ കഴിയുന്ന എല്ലാ കൊള്ളരുതായ്മകളും ആവർത്തിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യാമ്പസിലെ കുട്ടികൾക്കാണല്ലോ ക്യാമ്പസിനകത്ത് SFIയെ നേരിട്ട് അറിയുന്നത്. എന്താണ് SFI പറയുന്നത് പോലെയാണോ എന്ന് ആ കുട്ടികളോട് ചോദിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് ഒരു മാധ്യമം? ഇല്ല. അതിനപ്പുറത്ത് എന്തെല്ലാം പച്ചക്കള്ളങ്ങൾ, അതൊരു രാക്ഷസ കോട്ടയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് മുഴുവൻ കഞ്ചാവാണ്, മയക്കുമരുന്നാണ്, മദ്യമാണ് എന്നുള്ള ചിത്രീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹിയാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആള്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ അദ്ദേഹം പറയാണ്, മാസങ്ങൾക്ക് മുൻപ് ആ ക്യാമ്പസിനകത്തൊരു വിദ്യാർത്ഥി ആ ക്യാമ്പസിന്റെ പരിസരത്ത് വെച്ച അപകടത്തിലൂടെ മരണപ്പെട്ടു. വാഹനാപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. ആ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ മരണത്തെ പോലും ഈ നിലയിൽ SFI ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് ഉളുപ്പില്ലാതെ പച്ചയ്ക്ക് വന്നു നിന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പറയുന്നതിന് വേണ്ടി തയ്യാറാകുക. ഇപ്പോ ഈ പറഞ്ഞ വിവരങ്ങൾ ഇന്ന് ഈ പുറത്തു വന്നു എന്ന് പറയുന്ന റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പറയുന്നത് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണല്ലോ. ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്നുള്ള ആക്ഷേപം അവർക്കുണ്ട്. സ്വാഭാവികമായും വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് അങ്ങനെയല്ലാതെ പ്രതികരിക്കാൻ വേണ്ടി കഴിയില്ല. അവരങ്ങനെ പ്രതികരിക്കും, തർക്കമില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ കോൺഗ്രസ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ നാട്ടിലെ BJP എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗവർണർ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, SFI ചേർന്ന് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി.
ഇവിടുത്തെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ പറയുകയാണ് SFIയുടെ അംഗത്വം എടുക്കുന്നതിന് സിദ്ധാർത്ഥ് തയ്യാറായില്ല, അതിന്റെ പുറത്ത് SFIക്കാർ തല്ലിക്കൊന്ന് സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കി. ഈ നിലയിലുള്ള വർത്തമാനം പച്ചക്കള്ളം സമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഈ പ്രചരണങ്ങൾ നടക്കുമ്പോഴും പരമാവധി സംയമനം പാലിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറായി. പരമാവധി സംയമനം ഞങ്ങൾ പാലിച്ചു. കാരണം ദൗർഭാഗ്യകരമായ ഒരു മരണത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ മരണത്തെ ഇങ്ങനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പൊതുസമൂഹത്തിന് മുൻപിലിട്ട് കൊത്തിവലിക്കുന്നതിന് വേണ്ടി അന്തസ്സില്ലാത്ത പണി ഈ നാട്ടിലെ കോൺഗ്രസും മാധ്യമങ്ങളും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിനപ്പുറത്ത് അത് പ്രതിരോധിച്ചു പോകുന്ന ഇതിന്റെ പേരിൽ ഈ സംഘടനയെ അങ്ങ് ഇല്ലാക്കഥ പറഞ്ഞ് ഉന്മൂലനം ചെയ്ത് കളയുന്നതിന് വേണ്ടി ശ്രമം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുകയല്ലാതെ ഞങ്ങൾക്ക് നിർവാഹം ഉണ്ടാവില്ല. ഞങ്ങൾ പ്രതിരോധിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാത്തിനും രാഷ്ട്രീയ നേരാണല്ലോ കലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അടക്കം പുറത്തു വന്ന റിപ്പോർട്ട് എന്താ? ഇന്നലെ അറസ്റ്റിലായ കൊല്ലത്ത് നിന്നുള്ള സിൻജോ ജോൺസൺ ആണ് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സിൻജോ ജോൺസൺ ആസൂത്രണം ചെയ്ത സിൻജോ ജോൺസൺ കൊല്ലത്തെ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനല്ലേ? സിൻജോ ജോൺസന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ അച്ഛനും അമ്മയും ഉൾപ്പെടെ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളല്ലേ? സിൻജോ ജോൺസൺ ആസൂത്രണം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പറയാലോ, ഇങ്ങനെ യൂത്ത് കോൺഗ്രസുകാരനായ സിൻജോ ജോൺസൺ ആസൂത്രണം ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് അതിന്റെ ഭാഗം പഠിക്കാൻ അതിന്റെ പരിസരത്ത് പോയി നിന്ന അതിന്റെ ഭാഗമായതിന്റെ പേരിലാണ് ഞങ്ങൾ 4 SFIക്കാരെ പുറത്താക്കിയതെന്ന് മാധ്യമ വാർത്ത പ്രകാരമാണെങ്കിൽ, പോലീസ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ സിൻജോ ജോൺസൺ എന്ന യൂത്ത് കോൺഗ്രസുകാരനല്ലേ ഇത് ആസൂത്രണം ചെയ്തത്? അതിനർത്ഥം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടി തീരുമാനിച്ച് നടപ്പിലാക്കിയ ആൾക്കൂട്ടാക്രമണമാണ്, വിചാരണയാണ് എന്നുള്ളതാണോ? അല്ല, ഇത് രാഷ്ട്രീയ വിഷയമല്ല, ഇതൊരു പൊളിറ്റിക്കൽ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയമല്ല. മാസങ്ങൾക്ക് മുൻപാണ് മലപ്പുറം ജില്ലയിൽ ഒരു സ്ത്രീയെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അടിച്ച് കൊലപ്പെടുത്തി സ്വന്തം വീടിന്റെ മുറ്റത്ത് കുടിച്ചിട്ട് അതിന് പുറത്ത് കോൺക്രീറ്റ് ചെയ്തത്. അന്ന് ഈ പറയുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ യൂത്ത് കോൺഗ്രസ് സംഘടനാപരമായി തീരുമാനമെടുത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലപാതകമാണെന്ന് പറയുന്നതിന് വേണ്ടി ഈ നിഷ്പക്ഷ മുഖമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറാകുന്ന കാഴ്ച നമ്മൾ കണ്ടോ? ഇല്ലല്ലോ. അത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലപാതകമാണെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളും സംഘടനയും പൊതുസമൂഹത്തോട് മറുപടി പറയണമെന്ന് പറഞ്ഞ് ഒരു ചാനൽ ചർച്ച ഈ നാട്ടിൽ നടന്നതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ടോ? കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നില്ലേ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് ധീരജിനെ അരുംകൊല ചെയ്തത്? ഇന്ന് ഈ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർ ആ ക്യാമ്പസിനകത്തേക്ക് കയറി ഒരു വിദ്യാർത്ഥിയെ 10-21 വയസ്സുള്ള നിരവധി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഇടനെഞ്ചിലെ കടാര കുത്തിയിറക്കി കൊലപ്പെടുത്തി. ആ കൊലപാതകത്തിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് ഈ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സ്വീകരിച്ച നിലപാടെന്താ? സിൻജോ ജോസിനെ കുറിച്ച് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് PM ആർഷോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുഖ്യപ്രതിയാണല്ലോ ഈ കേസിൽ. കൃത്യമായി യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് അടക്കമുള്ള കോൺഗ്രസ് കുടുംബത്തിൽപ്പെടുന്ന ആളാണ് സിൻജോ ജോസ് എന്നാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ആ കരാറ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ പോലീസിന്. എന്നിട്ട് അഭ്യാസം പറയുന്നോ? അതിന് വസന്ത് ഇതിനെല്ലാം ഒരു രാഷ്ട്രീയ മര്യാദ വേണം. അതിന് കെ സുധാകരൻ പറഞ്ഞത് എന്താണ്? ധീരജ് കൊല്ലപ്പെട്ടപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് എന്താണ്? ഇരന്നു വാങ്ങിയ മരണമെന്നല്ലേ? വേണ്ട ആ കളി വേണ്ട. അല്ല PM ആർഷോ ഒരു പ്രശ്നം മുന്നോട്ട് വെച്ചല്ലോ. ഈ കേസിലെ മുഖ്യപ്രതി എന്ന് പറയുന്നത് സിൻജോ ജോസ് ആണ്. സിൻജോ ജോസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം താങ്കൾക്ക് ഖണ്ഡിക്കാൻ കഴിയുമോ? അവരെ പിടിച്ച് പുറത്താക്കാൻ ഞങ്ങളെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി കൂടെ കൊണ്ടുപോയിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പേ പുറത്താക്കിയ ടീംസാണ്. അത് പുറത്താക്കിയ കഥയൊന്നും പറയാതെ എവിടെ പുറത്താക്കി? സസ്പെൻഷൻ. TP കേസിലെ പ്രതികളെ നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ച നിഖിൽ പൈലി ഇപ്പോൾ നിങ്ങളുടെ ഏത് ഘടകത്തിലാണ്? ആ കേസിൽ കടാര എവിടെ? നിങ്ങളെ പോലീസ് കൃത്യമായ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ പോലീസിന്റെ അഭിഭാഷകൻ, സർക്കാരിന്റെ അഭിഭാഷകൻ കൃത്യമായി ഈ ആർഷോ പറഞ്ഞ കാര്യങ്ങൾ എങ്കിലും കോടതിയിൽ പോയി പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന കേസിലെ പ്രതിക്ക് ജാമ്യം കിട്ടില്ലായിരുന്നല്ലോ. അദ്ദേഹത്തിന് നിഖിൽ പൈലി നിഷ്കളങ്കനാണെന്നാണ് വസന്ത് പറഞ്ഞു വെക്കുന്നത്. ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയൂ നിങ്ങള്. ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയൂ നിങ്ങള്. ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ആളുകളെ
കൊലപ്പെടുത്തിയ ആളുകളെ മാലയിട്ട് സ്വീകരിച്ച് എന്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങളുടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. ഇതേ KPCC പ്രസിഡന്റ് KSUവിന്റെ യോഗത്തിന് കത്ത് വന്നതുണ്ട്. മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞ വർത്തമാനമുണ്ട്. മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതുണ്ട്. ഇതേ KPCC പ്രസിഡന്റ് പറഞ്ഞ വർത്തമാനമുണ്ട്. ആ വർത്താനം എങ്ങനെയായിരുന്നു? ഇടുക്കിയിൽ നിങ്ങൾ ചെയ്ത പണിയുണ്ടല്ലോ, അത് സംഘടനയ്ക്ക് പുതുജീവനാക്കി എന്ന് പറഞ്ഞാളാ കെ സുധാകരൻ. ആ പാരമ്പര്യമുള്ള നിങ്ങള് മുതലക്കണ്ണീരുമായി SFI അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന ധാരണയുമായി ഇങ്ങോട്ട് വരണ്ടോ? ചെന്നിത്തലയാണോ KC വേണുഗോപാലാണോ ആഭ്യന്തരം ഭരിക്കുന്നത്? ആഭ്യന്തരം കഴിഞ്ഞ് 7 വർഷമായി ഭരിക്കുന്നത്. അത് ഭരിക്കുന്നത് സഹാവ് പിണറായി അല്ലേ? വസന്തേ ഒറ്റ കാര്യമല്ലേ ഹർഷ ചോദിച്ചത്? വസന്തേ ഒറ്റ കാര്യമല്ലേ ഹർഷ? ഒരു സെക്കൻഡ് ഹർഷ ഒരു സെക്കൻഡ് സിൻജോ ജോസിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത്? മുഖ്യപ്രതി സിൻജോ ജോസ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം, യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് ഉള്ള കാര്യം, അതെല്ലാം ആർഷ ഇവിടെ പറഞ്ഞില്ലേ? അപ്പോൾ വേണമെങ്കിൽ തിരിച്ച് അത്തരത്തിലൊരു ന്യായീകരണം വെക്കാമല്ലോ. അങ്ങനാണെങ്കിൽ പൂർണ്ണമായും തീവ്ര ലെഫ്റ്റ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. എന്റെ കുടുംബത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരുമില്ല. എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ LDF ആകുമോ? ഞാൻ CPM ആകുമോ? ഇല്ലല്ലോ. ഇല്ല, സിൻജോയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വമുണ്ട് സാർ. എവിടെയുണ്ട്? എന്റെ ഒന്ന് പോയെന്റെ ആർഷോ ഒന്ന് തെളിയിക്ക്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പരിപാടികളിലെ സ്ഥിരം മുഖമാണ് സാർ. യു പ്രൂവ് ഇറ്റ്. വെറുതെ ആരോപണം ഉന്നയിക്കരുത്. സിൻജോയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രൂവ് ചെയ്യണം. വെറുതെ പറഞ്ഞാൽ പോരാ. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, നിങ്ങളുടെ യൂണിയന്റെ സെക്രട്ടറി, കൊല്ലത്തെ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടികളിൽ സ്ഥിരം മുഖമാണ് സാർ സിൻജോ. അവിടെയും അവസാനിക്കുന്നില്ല. വയനാട് ബിൽഗേറ്റ് കഴിഞ്ഞ 3-4 ദിവസം പറഞ്ഞ തോന്നിവാസം മുഴുവൻ ഞങ്ങൾ കേട്ടല്ലോ. യെസ് ഹർഷ, വസന്ത്, ഞാൻ നിങ്ങളിലേക്ക് തിരികെ എത്താം. ശ്രീ M. ജയചന്ദ്രനിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ, നമ്മളിവിടെ കാര്യമായി പരിശോധിക്കുന്നത് ഈ വിവാദത്തിന് പിന്നിലെ രാഷ്ട്രീയമാണ്. ഇതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. SFI എന്ന സംഘടനയെ പാടെ നിരോധിച്ചു കളയാം എന്നുള്ള രീതിയിൽ ഗവർണർ അടക്കം ഇവിടെ തെരുവ് പ്രകടനം നടത്തുന്ന കാഴ്ച കാണുന്നു. ഈ SFI PFIയുമായി ബന്ധമുണ്ട്. PFI നിരോധിത സംഘടനയാണ്. അതുകൊണ്ട് PFIയെ നിരോധിച്ച രീതിയിൽ തന്നെ SFIയെ നിരോധിക്കണമെന്നുള്ള വാദം മുന്നോട്ട് വയ്ക്കുന്നു. ജന്മഭൂമി സംഘപരിവാറിൻ്റെ മുഖപത്രമാണ്, BJPയുടെ മുഖപത്രമാണ്. ഇന്ന് ജന്മഭൂമി മുഖലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. SFIയെ നിരോധിക്കണം. SFIയെ അവർ തുലനം ചെയ്യുന്നത് ആഗോള ഭീകര സംഘടനകളായ താലിബാനോടും ISISനോടുമാണ്. എങ്ങനെ പോകുന്നു ഇവരുടെ കയ്യിലിരിപ്പ്? ഈ പ്രശ്നത്തില് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇത് 6-മത്തെയോ 7-മത്തെയോ ചാനൽ ചർച്ചയാണ് ഈ സിദ്ധാർത്ഥന്റെ ദാരുണമായ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുക്കുന്ന ചർച്ചകളിൽ 6-മത്തെയോ 7-മത്തെയാണ് ഇത്. ഇതില് പൊതുവായി വരുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ ആദ്യം മുതലേ പറയുന്നത്, ഇപ്പോഴും ഞാനത് അത് തന്നെ പറയും കേട്ടോ. കാരണം ഈ വിഷയത്തിൽ ഈ സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം നമ്മുടെ കേരളത്തിൽ വലിയൊരു പ്രതിരോധം അക്കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാധ്യമങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ അതിനെ അങ്ങനെ അക്നോളജ് ചെയ്യുന്ന ആളാണ്. മാധ്യമങ്ങൾ ആ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ആർഷോ പറഞ്ഞതുപോലെ തന്നെ അത് അനലൈസ് ചെയ്യപ്പെടേണ്ടതുമുണ്ട്. ആ 2 വിഷയങ്ങളുമുണ്ട്. ഇപ്പൊ ഇവിടെ ഈ പൂക്കോട് ഈ കോളേജിൽ, വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നിലനിൽക്കുന്ന ക്യാമ്പസ് ആണോ അത്? അല്ലല്ലോ. SFI ആയിട്ട് ഏതെങ്കിലും ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്തിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന ഒരു സാഹചര്യം സമീപ നാളുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന ദാരുണമായി മരിച്ച അകാലത്തിൽ മൃത്യുവിന് ഇരയാകേണ്ടി വന്ന സിദ്ധാർത്ഥിന് SFIയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഈ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇതിനൊന്നും നമുക്ക് അല്ല ഇല്ല എന്നാണ് ഉത്തരം കിട്ടുന്നത്. പക്ഷേ ഇപ്പോ നീലിമ ചോദിച്ചതുപോലെ തന്നെ
BJPയുടെ മുഖപത്രത്തിൽ ജന്മഭൂമിയിൽ അതിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ കാവാലം ശശികുമാർ SFI നിരോധിക്കണം എന്ന് പറഞ്ഞാണ് എഡിറ്റ് പേജ് ലേഖനം എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് പലതരത്തിലും പ്രതിപക്ഷത്തിലെ നേതാക്കളെല്ലാം ആവർത്തിക്കുന്നത്. ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് ആൾക്കൂട്ട കൊലപാതകമാണ്. അത് തന്നെയാണ് PTIയുടെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത്. നേരത്തെ തന്നെ ഒരു ചാനൽ ചർച്ചയിൽ, ഞാൻ കൂടെ പങ്കെടുത്ത ചാനൽ ചർച്ചയിൽ വസന്ത് ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു, മോബ് ലിഞ്ചിങ്. എനിക്ക് തർക്കമുള്ളത്, വിയോജിപ്പുള്ളത് അവിടെ തന്നെയാണ്. ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്കിലും മിനിമം ഈ പറയുന്നവർക്ക് ഒരു ധാരണ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ക്യാമ്പസിൽ ഇങ്ങനെ ടേക്കപ്പ് ചെയ്തിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന ഒരു സാഹചര്യം സമീപ നാളുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന മരിച്ച, ദാരുണമായി മരിച്ച, അകാലത്തിൽ മൃത്യുവിന് ഇരയാകേണ്ടി വന്ന സിദ്ധാർത്ഥിന് SFIയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഈ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇതിനൊന്നും നമുക്ക് അല്ല, ഇല്ല എന്നാണ് ഉത്തരം കിട്ടുന്നത്. പക്ഷേ ഇപ്പോ നീലിമ ചോദിച്ചതുപോലെ തന്നെ BJPയുടെ മുഖപത്രത്തിൽ ജന്മഭൂമിയിൽ അതിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ കാവാലം ശശികുമാർ SFI നിരോധിക്കണം എന്ന് പറഞ്ഞാണ് എഡിറ്റ് പേജ് ലേഖനം എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് പലതരത്തിലും പ്രതിപക്ഷത്തിലെ നേതാക്കളെല്ലാം ആവർത്തിക്കുന്നത്. ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് ആൾക്കൂട്ട കൊലപാതകമാണ്. അത് തന്നെയാണ് PTIയുടെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത്. നേരത്തെ തന്നെ ഒരു ചാനൽ ചർച്ചയിൽ, ഞാൻ കൂടെ പങ്കെടുത്ത ചാനൽ ചർച്ചയിൽ വസന്ത് ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു, മോബ് ലിഞ്ചിങ്. എനിക്ക് തർക്കമുള്ളത്, വിയോജിപ്പുള്ളത് അവിടെ തന്നെയാണ്. ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്കിലും മിനിമം ഈ പറയുന്നവർക്ക് ഒരു ധാരണ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ക്യാമ്പസിൽ ഇങ്ങനെ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഹലോ, ചർച്ചയിൽ പങ്കെടുക്കുന്ന PTA പ്രസിഡന്റിന്റെ ശ്രദ്ധയിലേക്കാണ്. അതെ, തീർച്ചയായിട്ടും അതെ. ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിന് പ്രത്യേകിച്ചൊരു മുഖമൊന്നുമില്ല, ഏതെങ്കിലും ഒരു വിഭാഗവുമല്ല, പല വിഭാഗങ്ങളാണ്. വിവിധ തലങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു വിഭാഗമാണ് ആൾക്കൂട്ടം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ആൾക്കൂട്ടം വന്നിട്ട് തല്ലിക്കൊല്ലുമായിരുന്നോ ഇവിടെ സംഭവിച്ചത്? അങ്ങനെയല്ലല്ലോ. അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഞാനത് തുടക്കം മുതലേ പറയുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നത്, റാഗിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്നുള്ളതാണ്. അന്നേരം ഒരു ചാനൽ ചർച്ചയിൽ അറിയാമല്ലോ, പ്രധാനപ്പെട്ട ഒരു അവതാരകൻ, എന്തിനും ക്ഷോഭിക്കുന്ന ഒരു അവതാരകനുണ്ടല്ലോ, ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിനോട് ചോദിച്ചത്, 1-ാം വർഷം ഇല്ലാത്ത റാഗിങ് 2-ാം വർഷം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെ ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞതിന് ഞാനല്ല മറുപടി പറഞ്ഞത്. ആ ചർച്ചയിൽ തന്നെ ഈ മരിച്ചുപോയ സിദ്ധാർത്ഥിന്റെ അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ പറയുന്ന പോലല്ല അക്കാര്യത്തിൽ ഉള്ള വസ്തുത. ഇവിടെ ആ കോളേജിൽ 1-ാം വർഷത്തിൽ ഹോസ്റ്റലിയേഴ്സ് താമസിക്കുന്നത്, ഹോസ്റ്റലിൽ താമസിക്കേണ്ടവർ, വിദൂരങ്ങളിൽ നിന്ന് വരുന്നവർ താമസിക്കുന്നത് പൂക്കോട് 20 കിലോമീറ്റർ അകലെയുള്ള കൽപ്പറ്റയിലെ ഒരു ഹോസ്റ്റലിലാണ്. കോളേജ് ഹോസ്റ്റലിലല്ല, കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റലിലല്ല. 2-ാം വർഷം മുതലേ കോളേജ് ഹോസ്റ്റലിലേക്ക് അവർക്ക് വരാൻ അവകാശവും അനുവാദവും ഉള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റാഗിങ്ങിന്റെ എലമെന്റ് അവിടെ ഉണ്ട്. അവിടെ കോളേജിൽ 2-ാം വർഷം താമസിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെന്ന് പറയുന്നത് ജയപ്രകാശാണ്. ജയപ്രകാശ് സിദ്ധാർത്ഥിന്റെ അച്ഛനുമാണല്ലോ. ഞാനത് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈ SFIയെ മാത്രം, SFIയുടെ പുറത്ത് മാത്രം കുതിര കയറാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നം വരുന്നത്, ഇത് SFIയുടെ ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. റാഗിങ്ങിന്റെ പ്രശ്നമാണെങ്കിൽ റാഗിങ്ങിന്റെ പ്രശ്നമായിട്ട് കാണണം. അതിൻ്റെ അകത്തുള്ള കുറ്റവാളികൾ, ഇപ്പൊ ആർഷോ പറഞ്ഞതുപോലെ ആരോപിച്ചത് ശരിയോ തെറ്റോ എന്നുള്ളത് വസന്ത് പറയുന്നു, അല്ല എന്ന് പറയുന്നു. ആയിക്കോട്ടെ, അല്ല ആയിക്കോട്ടെ. മറ്റേ ഈ പ്രതി, 1-ാം പ്രതി, അയാൾ യൂത്ത് കോൺഗ്രസിന്റെ ആളാണെന്ന് പറയുന്നു. അത് അങ്ങനെ കാര്യങ്ങളെ അങ്ങനെ കാണുന്നതിന് പകരം അയാളെ യൂത്ത് കോൺഗ്രസ്സുകാരനാക്കി ബ്രാൻഡ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അത് റാഗിങ്ങിന്റെ എലമെന്റ് ആണ് അതിനകത്ത് കൂടുതലും നിൽക്കുന്നത്. അപ്പൊ എന്താണ് ആന്റി റാഗിങ് സെൽ എന്ന് പറയുന്ന ചുമതല? ആന്റി റാഗിങ് സെല്ലിന്റെ ചുമതല വരുന്നത്, അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സുപ്രീം കോടതി 2009 വിധിയാണ്. അത് തന്നെ 2009 തന്നെ UGC ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ക്യാമ്പസുകളിലേക്കും ആന്റി റാഗിങ് സെല്ല് വരികയാണ്. ഇവിടെ സിദ്ധാർത്ഥിന്റെ മരണത്തിലും ആന്റി റാഗിങ് സെല്ലിന്റെ റിപ്പോർട്ടാണ് പിന്നീട് പോലീസ് ആധാരമാക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയൂ. എന്നിട്ട് അത് ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്ന എന്താണെന്നറിയാമോ? ഇത് റാഗിങ്ങിന്റെ പെർവ്യൂവിൽ വന്നാലേ ഇവർക്ക് 3 വർഷത്തേക്ക് ഇവരെ ഡീബോർ ചെയ്യാൻ കഴിയൂ.
അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, നടക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ കേസിനെ ദുർബലപ്പെടുത്താൻ പിന്നെ ഈ ദീർഘകാലാടിസ്ഥാനത്ത് നോക്കുമ്പോൾ കേസിനെ ദുർബലപ്പെടുത്താൻ ഇത്തരം വാദങ്ങൾ സഹായിക്കൂ. താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അത് മോബ് ലിഞ്ചിങ് ആണ്, ആൾക്കൂട്ട കൊലപാതകമാണെന്നൊക്കെ പറഞ്ഞ് വാചകമടിക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിൻ്റെ അകത്ത് വരേണ്ടത് കൃത്യമായും റാഗിംഗ് എന്നുള്ള എലമെന്റ് ആണ്. അത് പൊതുവായിട്ടുള്ളൊരു തിന്മയാണ്. ആ തിന്മയിൽ ഒരാളെയും ഒരു സംഘടനയും അതിൻ്റെ അകത്ത് പിന്നെ രക്ഷപ്പെടുത്തി മാറ്റി നിർത്തേണ്ടതില്ല, ഒരു സംഘടനയും ക്രൂരമായി ഉൾപ്പെടുത്തേണ്ടതുമില്ല. ആരൊക്കെ പങ്കെടുക്കുന്നോ അവരെല്ലാം കുറ്റവാളികളാണ്. അതിനാൽ സംഘടന ഉത്തരവാദിയാണെന്ന് പറയുന്നത് ആ കടുത്ത പിന്നെ ഈ വസ്തുതയെ തമസ്കരിക്കലുമാണ്. ആ സംഘടന SFI എന്ന സംഘടനയല്ല ഇവിടെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. അതിൽപ്പെട്ട 4 പേര് അഫ്സ പറയുന്ന പോലെ പുറത്താക്കിയെന്ന്, വസന്ത് പറയുന്നു ഇല്ല സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, അതൊക്കെ തെളിയിക്കപ്പെടട്ടെ. പക്ഷേ അവർക്ക് നടപടി എടുക്കാനുള്ള പ്രാഥമിക കർമ്മം നിർവഹിക്കേണ്ട ആ സംഘടന അത് ചെയ്തിട്ടുണ്ട് എന്ന് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. സംഘടനാ തലത്തിൽ മാത്രമല്ല നിയമപരമായ നടപടികളും അവർക്കെതിരെ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങയുടെ സൂം കണക്ഷൻ കട്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ പ്രേമനിലേക്ക് പോകുകയാണ്. PTA പ്രസിഡന്റ് അവിടുത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയുന്ന ഒരാളാണ്. അവിടെ ഇതിനു മുമ്പ് ഈ കോളേജിൽ ഇതിനു മുമ്പ് സമാനമായ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഈ റാഗിങ് എന്നൊക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നം ആ കോളേജിൽ അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? ഒരു പരാതി ഏകദേശം ഒരു വർഷം മുമ്പ് വന്നിരുന്നു. അത് പരിശോധിച്ച് അതിൽ കഴമ്പില്ലെന്ന് കണ്ട് അത് തള്ളിക്കളയാണ് ചെയ്തത്. നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞതിൽ ഞാൻ ഒരു തിരുത്ത് പറയാനുള്ളത്, ഞാനിത് ആൾക്കൂട്ട കൊലപാതകം എന്ന വാക്ക് ഉപയോഗിച്ചില്ല. ഒരാൾക്കൂട്ട വിചാരണ അവിടെ നടന്നിട്ടുണ്ട് അത് ദിവസം. പിന്നെ ഈ കുട്ടിയുടെ ഈ സിദ്ധാർത്ഥൻ്റെ മരണത്തിൻ്റെ 2 ദിവസം മുന്നേ ഒരു ആൾക്കൂട്ട വിചാരണ അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ അതിൽ ഈ പറയുന്നതിലുള്ളൊരു ഞാൻ അന്വേഷിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ഭക്ഷണം കൊടുത്തില്ല എന്നുള്ളതിന് ഒരു ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞു അത് അയാൾ എവിടെയെങ്കിലും അടച്ചിട്ടതായിട്ട് എനിക്ക് വിവരമില്ല. ഭക്ഷണം സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നൊരു പ്രശ്നം വരുന്നത് എവിടെയെങ്കിലും അയാളെ മർദ്ദിച്ച ശേഷം എവിടെയെങ്കിലും അടച്ചിട്ടെങ്കിലും മാത്രം. അങ്ങനെ അദ്ദേഹത്തെ എവിടെയെങ്കിലും അടച്ചിട്ടതായിട്ടുള്ള ആരെങ്കിലും നിന്നായിട്ട് മാത്രമല്ല, ഈ മരണം നടക്കുന്നതിൻ്റെ ആ ദിവസം ഉച്ചയ്ക്ക് കൂടെയുള്ള കുട്ടികൾ അയാളോട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുന്നു. ആ സമയത്ത് നിങ്ങൾ നടന്നോളൂ ഞാൻ വരാമെന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു വിവരമാണ് എനിക്കുള്ളത്. പിന്നെ ആൾക്കൂട്ട കൊലപാതകം എന്ന് ഞാൻ പറഞ്ഞില്ല, ആൾക്കൂട്ട വിചാരണ നടന്നു എന്നുള്ളത് സത്യമാണ്. അത് ഞാൻ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഒരു മാനസിക സംഘർഷാവസ്ഥയിലായിരുന്നു കുറച്ച് ഈ വാലന്റൈൻസ് ഡേൻ്റെ. അപ്പോൾ അതിൻ്റെ ഈ പെൺകുട്ടിയുടെ ഒരു പരാതി സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയാനുള്ളത്, പരാതി കിട്ടിയിരുന്നു. ഈ സിദ്ധാർത്ഥൻ്റെ മരണശേഷമാണ് പരാതി കിട്ടിയത്. ആ പരാതി അതുകൊണ്ട് തന്നെ തള്ളിക്കളയാണ് ഉണ്ടായിട്ടുള്ളത്. പരാതിയിൽ ആരോപണം വിധേയനായിട്ടുള്ള വ്യക്തി മരിച്ച സ്ഥിതിക്ക് ഏതായാലും മരിക്കുന്നതിന് മുമ്പേ കുട്ടിയുടെ പരാതി ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടില്ല. ആൻറ്റി റാഗിങ് സെല്ല് അത് കഴിഞ്ഞ കമ്മിറ്റിയിൽ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റാഗിങ്ങിൻ്റെ പരിധിയിൽ വരുമെന്ന് ചോദിച്ചാൽ സീനിയർ ആയാലും ജൂനിയർ ആയാലും ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും റാഗിങ്ങിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ടാണ് ആൻറ്റി റാഗിങ് സെല്ല് ഇക്കാര്യത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ഈ കോളേജിനെ കുറിച്ചൊക്കെ അവിടെ ഇടിമുറിയുണ്ട്, അത്തരത്തിൽ ഈ അപസർപ്പക കഥകളെ വെല്ലുന്ന രീതിയിലാണല്ലോ ഈ കോളേജിനെ കുറിച്ചുള്ളൊരു വിവരണം. അതാണ് ഞാൻ അങ്ങയോട് എടുത്ത് ചോദിച്ചത്. ഇത്തരത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ആ കോളേജിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇത് അങ്ങനെയെങ്കിൽ ഇത് വളരെ ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവമല്ലേ? ഞാൻ അതിന് ഒരൊറ്റ കാര്യം പറയാം. ഈ സിദ്ധാർത്ഥൻ്റെ ഈ ആൾക്കൂട്ട വിചാരണ നടക്കുന്ന സമയത്ത് ആ കോളേജിൽ സാധാരണ രീതിയിൽ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇയേഴ്സ് പുറത്താണ്. ഫസ്റ്റ് ഇയേഴ്സിനെ ഈ കൽപ്പറ്റ ഹോസ്റ്റലിലാണ് താമസിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വിചാരണ നടക്കുന്ന ദിവസം ഫസ്റ്റ് ഇയർ കുട്ടികളെ, അവിടെ സ്പോർട്സിൽ പങ്കെടുത്ത കുട്ടികളെ ആ ഹോസ്റ്റലിൽ അസിസ്റ്റൻറ്റ് വാർഡൻ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംശയമുള്ള ഒരു സ്ഥലത്ത് ഈ ഫസ്റ്റ് ഇയേഴ്സ് കുട്ടികളെ ഒരൊറ്റ ദിവസത്തെ പെട്ടെന്ന് സീനിയേഴ്സിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കുമോ? അങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ആ ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു
ഏറ്റവും വലിയൊരു തെളിവാണത്. അയാൾ ജസ്റ്റ് അവിടെ കൊണ്ടാക്കി അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. സാധാരണ ഇതിൽ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അയാൾ അവിടെ നിൽക്കാനോ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തില്ല, ആരെയും സംവിധാനം ചെയ്തില്ല. ആ ദിവസമാണ് തന്നെയാണ് അവിടെ ആൾക്കൂട്ട വിചാരണ നടക്കുന്നത്. നമ്മളെ അറിവിൽ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ അവിടെ ചെറിയ രീതിയിൽ ഈ ബോയ്സ് ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് ഉണ്ടാകാറുണ്ട്. അത് അതായത് സാധാരണ ഒരു ക്യാമ്പസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് ആ ക്യാമ്പസിലും ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ ആകസ്മികമായി നടന്ന ഒരു സംഭവം ആണ് എന്നാണ് PTA പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ശ്രീ M ജയചന്ദ്രൻ, അങ്ങ് ഈ ഘട്ടത്തിൽ എന്തോ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു, എന്താണത്? എനിക്ക് ഒരു കാര്യമാണ് PTA പ്രസിഡന്റ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ എനിക്കത് താങ്കളോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഈ ആൾക്കൂട്ട വിചാരണ എന്ന് ഉദ്ദേശിക്കുന്ന താങ്കൾ ഏത് ആൾക്കൂട്ടമാണ് താങ്കൾ പറയുന്നത്? ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തതെന്ന് പറയുന്നത്? അതാണെന്ന് അറിയേണ്ടത്. ആൾക്കൂട്ട വിചാരണ എന്ന് പറയുമ്പോൾ ഈ ആരൊക്കെയാണ് ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി താങ്കളുടെ അറിവിലുള്ളത് എന്ന് ഒന്ന് പറയാമോ ഈ ചർച്ചയിൽ? താങ്കളുടെ കുട്ടിയടക്കം പഠിക്കുന്ന ക്യാമ്പസ് ആയിരിക്കുമല്ലോ അത്. 19 പേര് നേരിട്ട് ഇവനെ വിവസ്ത്രനാക്കി മർദ്ദിച്ചു എന്നുള്ളതാണ്, അവനെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലും നടത്തി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. എൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. എൻ്റെ കുട്ടി ലേഡീസ് ഹോസ്റ്റലിലാണ് താമസം, ബോയ്സ് ഹോസ്റ്റലിലല്ല. അല്ല, വിവസ്ത്രനാക്കി നീലിമ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആഡ് ചെയ്യാനുള്ളതാ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. അല്ല, ഇത് ഈ അദ്ദേഹം പറഞ്ഞത് 19 ആണോ 50 ആണോ, ഏതായാലും 50 എന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ മനസ്സിലാക്കുന്നത് എത്രയാണ് 19 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 19 പേര് നേരിട്ട് പങ്കെടുത്തു എന്നുള്ളതാണ്. അതെ സർ. വേറൊരു ചാനൽ ചർച്ച ചെയ്യുമ്പോൾ ഞാനുള്ള ചർച്ചയിൽ ഒരാൾ പറയുകയാണ്, പ്രധാനപ്പെട്ട ഒരാൾ പറയുകയാണ്, ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളൂ, 130 പേര് സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കി വിചാരണ നടത്തി. 130 പേര് കേട്ടോ. ശ്രീ പ്രേമൻ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, PTA പ്രസിഡന്റ് ആണല്ലോ, താങ്കൾ അറിയാൻ വേണ്ടി പറയാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞ 19 പേരെന്നുള്ളത്, താങ്കൾ കുറെ കൂടെ ആക്യുറസി ഉണ്ടാവും ആ കണക്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ പറയുമ്പോൾ ഇതാണ്, ഇങ്ങനെ പർവ്വതീകരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? അതാണ് നീലിമ ആദ്യം സൂചിപ്പിച്ചതും ആർഷോ പിന്നീട് പറയാൻ ശ്രമിച്ചതും, രാഷ്ട്രീയവൽക്കരണം. ആ രാഷ്ട്രീയവൽക്കരണം അതല്ലേ ഇവിടെ വേണ്ടത്? അതല്ലേ നമ്മളുടെ ചർച്ചയുടെ കാതലാവേണ്ടത്? ആ വിഷയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചത്. അതുകൊണ്ടാണ് കേട്ടോ താങ്കളോട് ചോദിച്ചത്. ശരി, ഞാനൊന്ന് ആർഷോയിലേക്ക് പോട്ടെ. ആർഷോ, ഇപ്പോൾ PTA പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എന്താണ് അവിടെ നടന്നതിൻ്റെ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അവിടെ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ആ കോളേജിനെ കുറിച്ച് ഇവിടെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കഥകൾ എന്തെല്ലാമാണ്? നമ്മൾ കുറച്ച് ദിവസമായി കാണുകയാണ്. ഒരു രാക്ഷസൻ കോട്ട എന്നുള്ള രീതിയിലൊക്കെയാണ് ആ കോളേജിനെ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പൂക്കോട്ടെ ആ കോളേജിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പോലും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണ്. ആകെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ളത് 1 വർഷം മുമ്പുണ്ടായ ഒരു പരാതിയാണ്. ആ പരാതിയിൽ ഒരു കഴമ്പില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതായത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി പഠനം മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ ഒരു സബ് ആയി മാത്രം കണക്കാക്കുകയും നല്ല രീതിയിൽ പോകുന്ന ഒരു ക്യാമ്പസുമാണ് അത് എന്നാണ് PTA പ്രസിഡന്റിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ആ ക്യാമ്പസിനെ കുറിച്ചും അവിടുത്തെ SFIയെ കുറിച്ചും എന്തെല്ലാം കഥകളാണ് പടച്ചുവിടുന്നത്? ഇതിനകത്ത് നേരത്തെ PTA പ്രസിഡന്റും അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള M ജയചന്ദ്രനും സംസാരിച്ച കൂട്ടത്തിൽ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു കാര്യം അധികം പറഞ്ഞു വെക്കാനുള്ളത്, ഇപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്ന നിലയുണ്ടായിട്ടുണ്ട്. ആൻറ്റി റാഗിങ് സെല്ലുമായി ബന്ധപ്പെട്ട് അവരുടെ അന്വേഷണത്തിനൊടുവിൽ അതിനകത്ത് ഉൾപ്പെട്ട ആളുകൾക്കും എതിരായിട്ടുള്ള നടപടി അടക്കമുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിൻ്റെ റിപ്പോർട്ടിലടക്കം ഉള്ളതുപോലെ ഈ വിഷയത്തിൽ നേരിട്ട് പങ്കെടുത്ത 18 ആളുകൾ, അതിന് പുറമെ ആ ഹോസ്റ്റലിനകത്ത് ഈ വിഷയം അറിഞ്ഞ ആളുകൾ, ഇത് കണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു മർദ്ദനം ആ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായി എന്ന് കണ്ടിട്ട് അത് മറ്റാരോടും പറയാതിരുന്ന ആളുകൾ ഉൾപ്പെടെ 31 ആളുകൾക്കെതിരെ 31 വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വിഷയത്തിനകത്ത് നേരിട്ട് ഉൾപ്പെട്ട ആളുകൾക്ക് പുറമെ ഈ വിഷയം അറിഞ്ഞിട്ടും
അറിഞ്ഞിട്ടും പുറത്തു പറയാതിരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘർഷം ക്യാമ്പസിലുണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ക്യാമ്പസിലുണ്ടായി എന്നറിഞ്ഞിട്ടും പുറത്തു പറയാത്ത ആളുകൾ ഉൾപ്പെടെ 31 ആളുകൾക്കെതിരെ നടപടി ഞങ്ങൾ ഇതിന്റെ ആരംഭഘട്ടം മുതലേ പറയുന്നത്. അത് വളരെ കടുത്ത നടപടിയാണ്. അതായത് ഏറ്റവും കടുത്ത നടപടിയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 3 വർഷമൊക്കെ ഡീബാർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ ജീവിതം അവസാനിക്കുകയാണ്, പ്രൊഫഷണൽ ജീവിതം അവസാനിക്കുകയാണ്. അത്തരത്തിൽ കടുത്ത നടപടിയാണ് വിവിധ തലങ്ങളിൽ ഈ അക്രമികൾക്കെതിരെ, ഈ അക്രമി സംഘത്തിനെതിരെ കൈക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പക്ഷേ അവിടെയൊന്നും നടന്നിട്ടില്ല. വീണ്ടും SFIയെ കരിവാരിത്തേക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുകയാണ്. ഇതിന്റെ കൃത്യമായ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഈ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വസന്ത് തെങ്ങുംപള്ളിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്തെന്നറിയേണ്ടതുണ്ട്. വസന്ത്, കുറച്ച് ദിവസങ്ങളായി ഗവർണർ SFIക്കെതിരെ വലിയ ആരോപണങ്ങളും SFIയെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണല്ലോ സ്വീകരിക്കുന്നത്. SFI ബ്ലഡി ക്രിമിനൽസ് എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ SFI ഈക്വൽസ് PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹം പരസ്യമായി SFI അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതി വന്നു. ഈ സംഭവത്തിൽ നോക്കൂ, ഇവിടെ SFIക്കൊപ്പം PFI ബന്ധം ആരോപിച്ചുകൊണ്ടാണ് ഗവർണർ രംഗത്ത് വരുന്നത്. ഇത് വലിയ ക്രമസമാധാന പ്രശ്നമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ SFIയെയും നിരോധിക്കണമെന്ന ആവശ്യം സംഘപരിവാറിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുകയാണ്. ഒരു SFI പോലെ ഒരു ജനകീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അങ്ങനെ ഒരു ആഗോള ഭീകര സംഘടനയുടെയൊക്കെ ലേബലിൽ കെട്ടിച്ചേർക്കുന്നതിനോട് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? അല്ല, അത് നിങ്ങൾ അണിയൻ ബാവയും ചേട്ടൻ ബാവയും തമ്മിലുള്ള പ്രശ്നം, നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ അവിടെ പറഞ്ഞു തീർക്കുക, അതവിടെ നിൽക്കട്ടെ. രണ്ടാമതായി, ഇപ്പൊ PTA പ്രസിഡന്റ് പറഞ്ഞു, എന്നെ തിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ആൾക്കൂട്ട വിചാരണയാണ് നടന്നത്. ആൾക്കൂട്ട കൊലപാതകം നടന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആൾക്കൂട്ട കൊലപാതകം നടന്നോ ഇല്ലോ എന്ന് അന്വേഷണ ഏജൻസികൾ തെളിയിക്കട്ടെ. സർ, ആൾക്കൂട്ട വിചാരണയാണ് നടന്നതെങ്കിലും ന്യായീകരിക്കാൻ സാധിക്കുമോ? ആ ആൾക്കൂട്ട വിചാരണ ഇവരുടെ ഭാഷ്യം അനുസരിച്ച് അതൊരു ആത്മഹത്യയിലേക്ക് നയിച്ചുവെങ്കിലും അതിൽ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ അവിടെ നടന്ന ഒരു കാര്യത്തെയും ആരും ന്യായീകരിക്കുന്നില്ല. ആ ഒരു പ്രശ്നത്തെ ആരെങ്കിലും ന്യായീകരിച്ചോ? ധീരജ് വധക്കേസിൽ നിഖിൽ പൈലിയെ ന്യായീകരിച്ചതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ന്യായീകരണം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അരമണിക്കൂർ ആർഷോയ്ക്ക് കൊടുത്തു, MJക്ക് 15 മിനിറ്റോളം കൊടുത്തു. എനിക്ക് തന്ന 3 മിനിറ്റാണ്. ഇതിനിടയിൽ ഞാൻ ഇടപെട്ടപ്പോ നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ പറയട്ടെ, എനിക്ക് സമയം തരും, പറയാനുള്ളത് പറയട്ടെ. നിഖിൽ പറയാനുള്ളത് പറയൂ. ആ കേസിലെ പ്രധാനപ്പെട്ട തെളിവ് കടാരയാണ്. അത് കണ്ടെത്താൻ ഇവരുടെ ഗവർണർ SFIക്കെതിരെ നടത്തുന്നത്, അതുപോലെ ഗവർണറുടെ ഭാഷ്യം അതേപടി ഏറ്റെടുക്കുന്ന സംഘപരിവാർ, അതിനോട് നിങ്ങളുടെ നിലപാടാണ് ചോദിച്ചത്. പറയട്ടെ. ഇല്ല, എനിക്ക് പറയാനുള്ള കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞിട്ട് പോകാനല്ല. അതിന്റെ ഉത്തരമാണ് പറഞ്ഞത്. അത് നിങ്ങൾ ചേട്ടൻ അനിയൻ ബാബ തമ്മിലുള്ള വിഷയം നിങ്ങൾ കുടുംബത്തിൽ പറഞ്ഞു തീർക്ക്. രണ്ടാമത്തെ കാര്യം പറയട്ടെ, ഈ നിഖിൽ പൈലിയുടെ കേസിൽ കടാര കണ്ടെത്താൻ ഇവരുടെ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആ പോലീസ് സംവിധാനം അമ്പേ പരാജയമാണെങ്കിൽ ആ പോലീസ് മന്ത്രി 7 വർഷമായി ഭരിക്കുന്ന പിണറായി വിജയനോട് രാജിവെച്ച് പുറത്തു പോകാൻ പറയാനുള്ള ആർജവും SFIയും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രിയ സുഹൃത്ത് ആർഷോയും കാണിക്കണം. ഇനി മറ്റൊരു കാര്യം നോക്കൂ, ആരാണ് ആന്റി റാഗിംഗ് സെല്ല്? ഇതിലെ പ്രതി അമൽ ഇർസാൻ, K അരുൺ, ഇവരൊക്കെ ആന്റി റാഗിംഗ് സെല്ലിന്റെ ഭാഗമാണ്. എന്നിട്ട് ആന്റി റാഗിംഗ് സെല്ല് റിപ്പോർട്ട് കൊടുത്തത്രേ. നാണമാവുന്നില്ലേ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ? SFIയുടെ സമരങ്ങൾ മറന്നുപോയോ? എന്റെ നാട് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ അമൽ ജ്യോതി എന്ന് പറയുന്ന ഒരു കോളേജ്, ആ കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നു. ആ കോളേജിലേക്ക് ഇരച്ചു കയറി സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് വിളിച്ചുകൊണ്ട് SFI ഇവിടെ സമരം ചെയ്യേണ്ട SFIക്ക്? ആർഷോ പറയുന്നത് ശരിയാണെങ്കിൽ, ഇതിലെ പ്രതി യൂത്ത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ അവിടെ നിൽക്കട്ടെ. പിന്നെ എന്തിനാണെന്നേ നിങ്ങൾ സമരത്തിന് വേണ്ടി അറച്ചു നിൽക്കുന്നത്? നിങ്ങൾ പുറകേട്ട് മാറി നിൽക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാരനാണ് പ്രതിയെങ്കിൽ, യൂത്ത് കോൺഗ്രസിനാണ് ഇതിൽ പങ്കെങ്കിൽ പോട്ടെ. യൂത്ത് കോൺഗ്രസിനല്ല, SFIക്ക് അല്ല എങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ. രാഷ്ട്രീയമുള്ളവരോ രാഷ്ട്രീയം ഇല്ലാത്തവരോ ആയ SFIക്കാരല്ലാത്ത ഏതെങ്കിലും ഒരാളാണ് ഇതിൽ പ്രതിയെങ്കിൽ, അവർക്കാണ് ഇതിൽ പങ്കെങ്കിൽ നിങ്ങൾ എന്തിനാണ് അറച്ചു നിൽക്കുന്നത്? നാളെ പൂക്കോട്ടയിലേക്ക് നിങ്ങൾ സമരം നയിക്കണമെന്നേ. അവിടെ ഇരച്ചു കയറണം. കേരളത്തിലെ മറ്റുള്ള കോളേജുകളിൽ ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾ കാണിക്കുന്ന തനിഗുണം അത് ഇവിടെയും കാണിക്കണം. ഇരച്ചു കയറി അവിടെ ആർഷോ ഈ കാതലായ പ്രശ്നത്തിൽ നിന്നുള്ള ചോദ്യത്തിൽ നിന്ന് വഴുതി മാറുകയാണ് എന്നാണ് തോന്നുന്നത്. ആർഷോ, ഈ ഗവർണർ തൊടുത്തുവിട്ട
ഗവർണർ കുറേ നാളുകളായി SFIക്കെതിരെ ഉന്നയിക്കുന്ന ആ ഒരു ആരോപണം, ഈ വലിയ അജണ്ട മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തെയും രാഷ്ട്രീയവൽക്കരിക്കുന്നത്. അത് ഗവർണറുടെയും സംഘപരിവാറുടെയും അജണ്ടകൾക്ക് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU ഇവരെല്ലാം ചൂട്ടുപിടിക്കുകയാണ്. മാധ്യമങ്ങളും അത്തരത്തിൽ നിലപാടെടുക്കുകയാണ്. യഥാർത്ഥ പ്രശ്നം എന്തെന്ന് ഇതിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി പുറത്തു വരേണ്ടതല്ലേ? RSSകാരനായ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ കുറേ അധികം നാളുകളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ബുദ്ധിക്കകത്ത് നിന്ന് ഇതിനപ്പുറം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനി വസന്ത് മനസ്സിലാക്കേണ്ടുന്നത് ഇന്നലെ വരെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇട്ടുകൊടുക്കുന്ന റൊട്ടിക്കഷ്ണം ഓരോന്നും എടുത്ത് ഭക്ഷിച്ച് നടന്ന ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ഇട്ടുകൊടുക്കുന്ന റൊട്ടിക്കഷ്ണങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി ഇദ്ദേഹം ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ട് നിഖിൽ പൈലിയെ വല്ലാതെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ചു. സാർ, FIR-നകത്ത് നിഖിൽ പൈലി 1-ാം പ്രതിയാണ്. അത് കഴിഞ്ഞ് പോലീസ് അന്വേഷണം കഴിഞ്ഞ് വെച്ചിട്ടുള്ള കുറ്റപത്രത്തിനകത്ത് നിഖിൽ പൈലിയാണ് ധീരജിനെ കൊലപ്പെടുത്തിയത്. ജിതിൻ ലൂക്കോസ് ഉൾപ്പെടെ, ടോണി തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്തെ പ്രതികളാണ്, ധീരജിനെ കൊലപ്പെടുത്തിയ ആളുകളാണ്. അങ്ങനെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ പോലീസ് കണ്ടെത്തിയ ആളുകളെ, തുറങ്കിലടച്ച ആളുകളെ, ഇന്ന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ പിടിച്ചു മടിയിലിരുത്തി വേണ്ട നിയമസഹായം നൽകി. കൊന്നയാളുകൾക്ക്, വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ട നിയമസഹായം നൽകി. ഒരാളെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റാക്കി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കി, ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന കൺവീനറാക്കി. ഇതാണ് നിങ്ങളുടെ പാരമ്പര്യം. ഇത് ചെയ്ത ആളുകളാണ് നിങ്ങൾ. ഇനി മുതലക്കണ്ണീർ ഒഴുക്കുമ്പോ കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം നിങ്ങൾക്കറിയാലോ. കൊച്ചനെ അറിയോ നിങ്ങൾക്ക്? ആരെ കൊന്നേ? KSU കൊന്നേ. അഷറഫിനെ അറിയോ നിങ്ങൾക്ക്? ആരെ കൊന്നേ? KSU കൊന്നേ. PK രാജനെ അറിയോ നിങ്ങൾക്ക്? ആരാ കൊന്നേ? KSU കോൺഗ്രസ് കൊന്നേ. CV ജോസിനെ അറിയോ നിങ്ങൾക്ക്? ആരാ കൊന്നേ? നിങ്ങളാ കൊന്നേ. MS പ്രസാദിനെ അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ KSU കൊന്നേ. അങ്ങനെ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഇതുവരെ 13ഓളം വരുന്ന വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തിയതിന്റെ പാപഭാരം പേറുന്ന ആളുകളാണ് നിങ്ങള്. ആ പാപഭാരം പേറുന്ന ആളുകള് ഇന്നിവിടെ വന്നിരുന്ന മുതലക്കണ്ണീരൊടുക്കാൻ വേണ്ടി തയ്യാറാകുക. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു ദാരുണമായ സംഭവത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകുക. അതിന് നിന്ന് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളുടെ പൊള്ളത്തരം, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളങ്ങളെ ഒന്നെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? KC വേണുഗോപാൽ പറഞ്ഞില്ലേ, മെമ്പർഷിപ്പ് എടുക്കാത്തതിന്റെ പുറത്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന്. എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്തു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ? രാഹുൽ മാങ്കൂട്ടം പറഞ്ഞില്ലേ, മാസങ്ങൾക്ക് മുൻപ് അവിടെ ആക്സിഡന്റിൽ മരണപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ പോയി തല്ലിക്കൊന്നതാണ് എന്ന് പറഞ്ഞില്ലേ? എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്നു നിന്ന് RSSന്റെ നുണ ഫാക്ടറി നടിച്ചു കൊടുക്കുന്ന ക്യാപ്റ്റ്യൂളുമായി വന്നു നിന്ന് പോയിക്ക് മാർക്കിടുന്നതിന് വേണ്ടിയോ ഈ സംഘടനയെ തകർക്കുന്നതിന് വേണ്ടിയോ നിങ്ങൾ ശ്രമം നടത്തിയാൽ അതിന് നിന്ന് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനെ അനുവദിക്കുകയുമില്ല. ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കറിയാം, പൊതുസമൂഹത്തിനറിയാം. 10-35ഓളം വിദ്യാർത്ഥികളെ ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ കേരളത്തിൽ മാത്രം നഷ്ടപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ പേര് SFI. നിങ്ങൾ ഈ 10-13 വിദ്യാർത്ഥികളെ ജീവനെടുത്തപ്പോ തിരിച്ചാ നിലയ്ക്ക് ഇടപെട്ട ആളുകളല്ല സാർ ഞങ്ങൾ ഈ ആക്രമണം മുഴുവൻ ഏറ്റുവാങ്ങിയ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് അരാജക പ്രവണതകളുടെ കേന്ദ്രമാക്കിയിട്ട് ക്യാമ്പസുകളെ മാറ്റുന്നതിന് വേണ്ടി KSU ഉൾപ്പെടെ ശ്രമം നടത്തിയപ്പോ റാഗിംഗ് ഉൾപ്പെടെയുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ ക്യാമ്പസിൽ നിലപാടെടുത്ത് അതിനെതിരെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഞങ്ങളെ എന്നിട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 4 ആളുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് കണ്ട് മാതൃകാപരമായി അത്തരത്തിലൊരു അനിഷ്ട സംഭവം ആവർത്തിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് പുറത്താക്കിയ ആളുകളാ ഞങ്ങള്. അവരെ തള്ളിപ്പറഞ്ഞ ആളുകളാ ഞങ്ങള്. നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറാക്കിയ അവരെ ഒഴിവാക്കിയ ഞങ്ങളെ നിങ്ങളിത് വട്ടുകയറാൻ വേണ്ടി ശ്രമിക്കുമ്പോ തിരിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആളെ കൊന്ന ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ എന്നാ ചോദിക്കുന്നത്? നിങ്ങൾ അവരെ സ്വീകരിച്ചിരുത്തി. ഇപ്പോ നിങ്ങളുടെ പുതുപ്പള്ളി MLA നിരാകരിക്കാൻ വേണ്ടി പോയല്ലോ. പുതുപ്പള്ളി അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ ലീഡ് ചെയ്താരാ? ഈ നിഖിൽ പൈലിയല്ലേ? അദ്ദേഹം
അദ്ദേഹത്തിന്റെ ഈ മിനിഞ്ഞാന്ന് ഈ കൊലയാളി നിഖിൽ പൈലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഈ പുതുപ്പള്ളി MLA കെട്ടിപ്പിടിച്ചിട്ട് പിറന്നാൾ ആശംസ വരുന്നത്. അങ്ങനെയുള്ള കൊലയാളികളെയും ക്രിമിനലുകളെയും സംരക്ഷിച്ചു നിർത്തുന്ന അവർക്ക് KPCC ആസ്ഥാനത്തെ സംരക്ഷണം കൊടുക്കുന്ന നിങ്ങൾ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി SFI അങ്ങ് വിരട്ടുന്നതിന് വേണ്ടിയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും RSSകാരനായ ആരിഫ് മുഹമ്മദ് ഖാനോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്നതിനെ പ്രതിരോധിച്ചു പോകുന്നതാണ് നിങ്ങളുടെ വേട്ടയ്ക്ക് ഈ സംഘടനയെ വിട്ടുതരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ വേട്ടയ്ക്ക് ഈ സംഘടനയെ വിട്ടുതരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ചെറിയൊരു ഇടപെടൽ അദ്ദേഹത്തിന് ആരും വെള്ളം കൊടുക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല. സിദ്ധാർത്ഥന് അങ്ങനെ ആരും വെള്ളം കൊടുക്കാതെ ഇരുന്നിട്ടില്ല. ഇവിടെ PTA പ്രസിഡന്റ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, അദ്ദേഹത്തെ സിദ്ധാർത്ഥിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വെള്ളം കുടിക്കാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് സിദ്ധാർത്ഥ് ഒന്നിനും തയ്യാറായില്ല എന്നാണ് PTA പ്രസിഡന്റ് അടക്കം പറയുന്നത്. അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. മനുഷ്യനാവണം. ഒരു 10 തവണ കൂടെ പാടി പഠിപ്പിക്കുക. പരസ്യ വിചാരണക്ക് വിദ്യാർത്ഥിയെ കോൺഗ്രസ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ വിദ്യാർത്ഥിയുടെ മരണം ഉപയോഗപ്പെടുത്തി ആ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ നീതി നിഷേധം ശരി. അവസാനമായി MJ ചന്ദ്രനിലേക്ക് അവസാനമായി ശ്രീ ആർഷോ ഞാൻ ഒരു മിനിറ്റ് ഞാൻ തിരികെ എത്താം. വസന്ത് ഒരു മിനിറ്റ് ആൾക്കൂട്ട വിചാരണ അത് പോരാഞ്ഞിട്ട് അവൻ കഷ്ടപ്പെട്ട് തന്റെ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുമ്പോ ട്രെയിനിൽ നിന്ന് വിളിച്ചിറക്കി അതിന് നേതൃത്വം കൊടുത്തത് യൂത്ത് കോൺഗ്രസ്സുകാരനാണ് സാർ. അതിന് നേതൃത്വം കൊടുത്തത് യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. വസന്തേ അതിനൊന്ന് മറുപടി പറയൂ. അമ്മയെ കാണാൻ പോയപ്പോൾ വിളിച്ചിറക്കിയത് ആരാണെന്നൊക്കെ നമുക്കറിയാം. ഉളുപ്പ് വേണ്ടേ ന്യായീകരിക്കാൻ? അത് തന്നെയാണ് സാർ ചോദിക്കുന്നത്. ധീരജിന്റെ മരണത്തെ അപമാനിച്ചതാരാണ്? അതാണ് ചോദ്യം. ധീരജ പറഞ്ഞ ആ വിഷയമല്ലേ വസന്തേ? പിന്നെ ഇരന്ന് വാങ്ങിച്ച മരണം എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റാണ്. അപ്പൊ ആ മരണത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. പ്രതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ കുട്ടികൾ, ഈ കൊലയാളികളെ ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞ് താലോലിച്ചതാരാണ്? ഈ KPCC പ്രസിഡന്റ് അല്ലേ? രണ്ടാമത്തെ കാര്യം, ഒരു യുവാവിന്റെ ഇടനെഞ്ചിൽ കഠാര കുത്തിയിറക്കിയവരെയാണ് ഇത്തരത്തിൽ എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് KPCC പ്രസിഡന്റ് ന്യായീകരിക്കുന്ന അവസ്ഥയുണ്ടായത്. പക്ഷേ ഈ പ്രശ്നം നോക്കൂ, അത്തരത്തിൽ ഒരു ന്യായീകരണവും എവിടെയും ഉണ്ടായിട്ടില്ല. ഇതിൽ ഉൾപ്പെട്ട എല്ലാവർക്കുമെതിരെ വളരെ കൃത്യമായ നടപടികൾ സംഘടനാപരമായും അല്ലാതെയും എടുത്തു പോകുകയാണ്. നിയമപരമായി വലിയ നടപടികളിലേക്കാണ് നീങ്ങുന്നത്. ഏറ്റവും ഒടുവിൽ ശ്രീ M ജയചന്ദ്രനിലേക്ക്. ശ്രീ M ജയചന്ദ്രൻ, ഈ വിദ്യാർത്ഥി പ്രശ്നം 2 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു പ്രശ്നമാണ് ഇത്രമേൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടത്. ഇത് എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ മുന്നിലെത്തിക്കാൻ ശ്രമിച്ചത്. SFIയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൻ്റെ രാഷ്ട്രീയം ഒരിക്കൽ കൂടി. കഴിഞ്ഞ വർഷം 2023 ഓഗസ്റ്റ് 9 പശ്ചിമ ബംഗാളിലെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയില് പിന്നെ ഒരു വിദ്യാർത്ഥി റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9 കേട്ടോ. ഓഗസ്റ്റ് 24 പശ്ചിമ ബംഗാൾ ഗവർണറും മലയാളിയുമായ CV ആനന്ദ ബോസ് ഒരു രാജ്ഭവനിൽ നിന്നൊരു പത്രക്കുറിപ്പ് ഇറക്കി. ആ പത്രക്കുറിപ്പിൽ ഇങ്ങനെ നമുക്ക് വായിക്കാം. ഈ പിന്നെ ഏറ്റവും ക്രൂരമായ റാഗിംഗ് എന്ന വിപത്തിനെ ഫലപ്രദമായി തടയുന്നതിനും ഇല്ലാതാക്കുന്നതിനും ഉചിതമായ സാങ്കേതിക വിദ്യ കണ്ടെത്താൻ CV ആനന്ദ ബോസ് എന്ന പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ E സോമനാഥിനെ ISROയുടെ ചെയർമാനെ ചുമതലപ്പെടുത്തുന്നതായി ആ പത്രക്കുറിപ്പിൽ നമുക്ക് വായിക്കാം. അതാണ് പശ്ചിമ ബംഗാൾ ഗവർണർ അവിടുത്തെ ഒരു വിദ്യാർത്ഥി റാഗിംഗിനിരയായി മരിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 24 ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. ഇവിടുത്തെ ഗവർണർ, അദ്ദേഹം ചാൻസലർ ആണല്ലോ, അദ്ദേഹം ചെയ്തത് എന്താണ്? SFIക്ക് വ്യക്തമായി പങ്കുള്ളതായ ഏകപക്ഷീയമായി അങ്ങ് ആരോപിക്കുകയാണ് ആദ്യം തന്നെ. അത് കഴിഞ്ഞ് സ്വന്തം ഭാഗം വിശദീകരിക്കുന്നതിന് ഒരു അവസരം പോലും നൽകാതെ വെറ്റിനറി ചാൻസലറെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഞാൻ അത്ര അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ വിലയിരുത്തട്ടെ. മലയാളിയായ ബംഗാൾ ഗവർണർ അവിടുത്തെ റാഗിങ്ങിനിരയായ ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുടെ
മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ റായിങ്ങിനെ സംബന്ധിച്ച് തടയാൻ എന്തൊക്കെയാണ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയുക എന്ന് കണ്ടെത്താനായി ISRO ചെയർമാനോട് ആവശ്യപ്പെടുന്നു. അവർ ബഹുദൂരം മുമ്പോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അന്വേഷിച്ചിരുന്നു എന്തായി അവരുടെ നടപടി എന്നുള്ളത്. അതാണ് അവിടുത്തെ കാര്യം. അപ്പൊ ഇതിനെല്ലാം പൊളിറ്റിസൈസ് ചെയ്തിട്ട് അതിനെ വെടക്കാക്കി തനിക്കാക്കുക പഴയ തന്ത്രമുണ്ടല്ലോ, ആ തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത്. പയറ്റിക്കോളൂ, അതിനൊന്നും പിന്നെ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിൻ്റെതായ റോളുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ റോളും റെസ്പോൺസിബിലിറ്റിക്കും അപ്പുറം പിന്നെ അന്ധമായ രാഷ്ട്രീയ തിമിരം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിക്കാത്തവരാണ് വസന്ത് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പരിധിവരെ. പക്ഷെ ഇവിടെ അത് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ പറഞ്ഞതുപോലെ ആൾക്കൂട്ട കൊലപാതകമാണെന്ന് പ്രതിപക്ഷ നേതാവ് മുൻകൂട്ടി അന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ താഴെ നിൽക്കുന്ന വസന്തനെ പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ് അതിന്റെ പരിമിതി. എങ്കിൽ ആ പരിമിതി മറികടക്കണം വസന്തേ. ഇത് പൂക്കോട് കോളേജുമായി ബന്ധപ്പെട്ട് ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണ് എന്നാണ് ന്യൂസ് ആൻഡ് VC 1 മണിക്കൂർ പരിശോധിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത PMR ഷോ, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, M ജയചന്ദ്രൻ, PTA പ്രസിഡന്റ് പ്രേമൻ എന്നിവർക്കെല്ലാം വളരെയധികം നന്ദി.